ഒരു പെണ്ണ് ചിരിച്ചുണ്ട്. കൊച്ചു ഡാമിടല്ലേ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത്. സിഗ്മയുടെ കണ്ടന്റ് ബ്രോ. കേട്ട് ഞാൻ മടുത്തു. ക്യാമറ ഓക്കെ അല്ലേ? Hello everyone, welcome to Beta Frame and mostly welcome to our program Chat for Chai. ഞാൻ ബോർഡിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ജഗത്താന്റെ കോട്ടയാണ്, ജഗത്താന്റെ കോട്ട. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. Guys, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം സ്റ്റാച്യുവിലാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 എപ്പിസോഡുകളും പോലെ ചായ കൂടി തന്നെയാണ് വിഷയം. പക്ഷേ എനിക്ക് അതിനു മുന്നേ നിങ്ങളോട് 2 കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസും എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അത് നേരിട്ടും കണ്ടും അല്ലാതെയും നമ്മുടെ കമൻസിലൂടെയും ധാരാളം പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ റിവ്യൂസ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകൊച്ച് ചിരിച്ച് കാണിച്ചാൽ ലൈക്കും ഷെയറും വാരിക്കൂട്ടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ കണ്ടന്റ് വീഡിയോക്ക് ലൈക്കില്ല, ഷെയർ ഇല്ല. എന്തുട്ടവൻ കാട്ടണ മനസ്സിലായില്ലേ? ഇല്ല. കത്തി വിജയകരത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വേറെ ഒന്നുമല്ല, നമ്മുടെ പരിപാടിക്ക് റീച്ചില്ല, നമ്മുടെ ചാനൽ റീച്ചില്ല. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് എത്തിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ പരിപാടി അങ്ങനെ തുടങ്ങാമല്ലേ? നമ്മുടെ പരിപാടി എന്നൊരു കളർഫുൾ ഫണ്ടാസ്റ്റിക് പരിപാടിയാക്കണം. വാ ഗൈസ്, നമുക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണാം. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? എക്സ്ക്യൂസ് മീ. ഫ്രീ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ചായ കുടിച്ചിട്ട് നമ്മളെ പ്രോഗ്രാമിന് ചാറ്റ് ഫോർ ചായ വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നാണ്. അതായത് സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് അവർക്കൊരു ചായ ഓഫർ ചെയ്ത് അവരോട് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കാര്യങ്ങൾ. ഫ്രീ ആണോ? അല്ല, നമ്മുടെ പരിപാടിയുടെ പേര് ചാറ്റ് ഫോർ ചായ എന്നാണ്. അതായത് നമ്മൾ കുറച്ച് സ്ട്രേഞ്ചേഴ്സായിട്ട് മീറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്കൊരു ചായ ഓഫർ ചെയ്യും. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? തിരക്കിലാണോ? അല്ലല്ലോ. ഇല്ല. എന്താ? എൻ്റെ പേര് ഹരി. ചേട്ടൻ്റെ തമിഴ്നാടാ? സ്റ്റുഡൻസ് ആണോ? ഇപ്പോൾ പഠിക്കുക. എന്തിനാ? സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയിട്ട്. ഓ, അങ്ങനെ. സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ പുള്ളി SSC ഡോക്ടറാ? പേരെന്തായിരുന്നു? ശങ്കരി കൃഷ്ണ. എൻ്റെ പേര് ബിലാൽ. നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. നമ്മുടെ പരിപാടി എന്ന ഒരു ഉദ്ദേശം തന്നെ ഇത് കുറച്ച് സ്ട്രേഞ്ചേഴ്സായിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരു ചായ ഓഫർ ചെയ്തിട്ട് അവിടെ കുറച്ച് വിശേഷം. ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ, എല്ലാവരും ഓട്ടമാണ്, ജോലിയുടെ തിരക്കാണ്, സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുക. ഇവിടെ SSC കോച്ചിങ്. എന്തായിരുന്നു? SSCയുടെ കോച്ചിങ്. നമ്മളും അത് തന്നെയാണ്. താമസമൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓരോന്നായിട്ടാ വരുന്നുള്ളൂ. നമുക്ക് ചേച്ചിക്ക് റേറ്റിംഗ് ഔട്ട് ഓഫ് 1 കൊടുത്താൽ മതി കേട്ടോ. ചേച്ചി ഭയങ്കര ലാഗ്. റീൽസ് ഒന്നും ചെയ്യാറില്ല. ചെയ്തിട്ട് നമ്മൾ മാത്രമേ കാണുള്ളൂ. ഞങ്ങൾക്കൊരു പേജുണ്ട്, ഞങ്ങൾ 5 പേര് കസിൻസ് മാത്രമായിട്ട് അത് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇപ്പോൾ 5 ഫോളോവേഴ്സ്, 5 വ്യൂസ്, 5 ലൈക്ക്, അത്രേ ഉള്ളൂ. പ്രൈവറ്റ് അക്കൗണ്ടാണ്, 5 പേരേ ഉള്ളൂ ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടായിരുന്നു അപ്പോൾ എല്ലാവരും അത് പറയുന്നുണ്ട്. ഇവരധികം സംസാരിക്കത്തില്ല തോന്നുന്നല്ലേ? ஓ, அந்த மாதிரி பேசுறதுக்கு ஏதாவது காரணம் இருக்கா? எனக்கு தமிழ் நல்லா தெரியும், நீங்க சொல்ற மலையாளம் எனக்கு புரியல. இதே வந்து நீங்க உங்களுக்கு பதிலா ஏதேனும் ஒரு பொண்ணு வந்து இன்டர்வியூ எடுத்தா அந்த அவங்களையும் தப்பு பண்ண சொல்ல முடியாது. തുടങ്ങിയവന്റെ കിളി. ചായ ചായ. ഓ, ക്യാമറാമാന് കുറച്ച് ക്ഷീണമാവാം. കള്ളപ്പന്നി.
റീൽസ് ചെയ്യൂ ചെയ്യൂ. நானும் கூட ஒரு யூடியூப் சேனல் தொடங்க தமிழ்நாட்டுல அண்ணன் ஃபுல் சப்போர்ட் ஃபுல் சப்போர்ட். அண்ணன் கூட சப்போர்ட் வேணும். சேனல் நேம் அண்ணன் இல்ல, அண்ணன் எல்லாம் ஒரே ஏஜ். ஓகே, ஒன்றும் குழப்பில்ல. சேனல் நேம் வந்து பாரு இப்போ பார்த்தா செத்த. സബ്സ്ക്രൈബ് பண்ணிக்கோங்க. இல்ல நமக்கு அங்க ஒரு கனெக்ஷனும் இல்ல. പുള്ളിയുടെ ചാനൽ നെയിം എന്താ? ഓസ്റ്റിൻ ബ്രോ കേറുവാ മക്കളെ, അതല്ലേ? കേറുവാ. പിള്ളേരെല്ലാം കട്ട പവറില്ല. പഠിച്ചതൊക്കെ വലിയതോ സ്ഥലത്താ? അല്ല, പഠിച്ചതൊക്കെ BCom ആയിരുന്നു. ഇവിടെ അടുത്തൊക്കെ തന്നെയാ. കോപ്പറേറ്റീവ് കോളേജ് അറിയില്ലേ? അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചുളിവിൽ പ്രൊമോഷൻ കയറണ്ട. ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ആണ് നിനക്കുള്ളത്. ഇതിന് മുന്നേ ഒരു ടീംസിനെ കണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു ടീംസിനെ കണ്ടായിരുന്നു. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറും കൂടാണ്. ഞാൻ പറയാൻ നടന്നു. ആ നേരത്തെ പറഞ്ഞ ഇവർ ആക്ച്വലി വന്ന് ലോ ബഡ്ജറ്റ് വിജയ്. എണീറ്റ് വരണ്ടേയിരുന്നു. പുള്ളിയുടെ നാടോടി നൃത്തം. ஆயூர் சிங்கம். இவர் வந்து பயங்கர விஜய் ஃபேன். வந்து விஜய் ஃபிலிம்ஸ் மட்டும்தான் பார்ப்பாரு. விஜய் ஃபிலிம்ஸ் வந்துச்சுன்னா சிலப்போ வந்து தியேட்டர் ஸ்க்ரீன் கிளியும். വിജയ് അണ്ണ ആരും നിങ്ങൾക്ക് അറിയോ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. കസിൻസ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അല്ലാതെ അവളെ കണ്ടുപടി അങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പൊ ഇല്ല. അങ്ങനെ പറയാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇവള് വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. ശരിയാ. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. ചേച്ചി കാശ് ഇപ്പൊ തരേ. നീ കഴിഞ്ഞ വർഷത്തെ പോലെ അടിയാവും. அண்ணன் வந்து ஆதியா அண்ணனை வச்ச படம் செய்யாம போகுங்க. அது ஸ்டோரி ரைட்டர் நானா. എനിക്കൊരു ചിന്ന വേഷം. ചിന്നല്ല, പെരിയ വേഷം. അപ്പം ബ്രോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു. ஓகே, பாய் ബൈ. സിഗ്മയുടെ കണ്ടന്റ് ഞാൻ സിഗ്മയാ ബ്രോ. ഞാൻ സിഗ്മ. കേട്ട് ഞാൻ മടുത്തു. മറ്റേ പയ്യന്മാരായിരുന്നല്ലേ? എന്താ ബ്ലോഗിങ് പരിപാടി എന്തോരം ചുമ്മാ ഒരു മൈക്ക് എടുത്തോണ്ട് ഇറങ്ങുന്നേ. ഇപ്പൊ എന്തിനാ അതിനുള്ള ലൈസൻസാ മൈക്കും ക്യാമറയും? മിക്കവാറും അത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 മാസം ഉടനെ ഇറങ്ങും. ധൈര്യമായിട്ട് ഇറങ്ങും. ഫുൾ സപ്പോർട്ട്. എല്ലാവരും ഇറങ്ങണം. നേരത്തെ കഴിഞ്ഞ പയ്യന്മാരും അത് തന്നെയാണ് പറഞ്ഞത്. അവർ മൈക്കോട്ട് ഇറങ്ങാൻ പോകുന്നത്. അവർക്ക് ഡയറക്ഷൻ ആയിരുന്നു താല്പര്യം. അവർ മൂവി ഡയറക്റ്റ് ആവുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരാൾ നടൻ, ഒരാൾ ഡയറക്ടേഴ്സ്. നമുക്ക് എന്താ അങ്ങനെ വേറെ ഒരു അംബീഷൻ ഒന്നും ഇല്ല അല്ലേടാ? എനിക്കുണ്ട്, നിനക്കില്ലെന്നും പറഞ്ഞു. സിനിമയിൽ മറ്റും ട്രൈ ചെയ്തൂടെ? നിർത്ത്. സിനിമയിൽ ട്രൈ ചെയ്തൂടെ? ഞാൻ വല്ലപ്പോഴേക്കാണ് സിനിമ കാണാൻ പോകണം. അതും കൂടെ നിർത്തിക്കും നിങ്ങൾ. അവനെ സിനിമ കാണാൻ പഠിപ്പിച്ചത് ഞാനാണ്. എൻ്റെ കാതിലെ കടുക്ക് വിട്ടിട്ടാണ് അവന് ഞാൻ ക്യാമറ വാങ്ങിച്ചു കൊടുത്തത്. അവനിലൊരു ഡയറക്ടർ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനായിരുന്നു. അവൻ ലൈഫ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. റീൽസ് ചെയ്യും. അല്ലല്ലോ, വേറെ ഏതോ പെരുസാ പണ്ണ മാതിരി ഇருக்கு. അത് എവിടെ? എവിടെ? IDSFFK. ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു കലാകാരിയാണ്. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ എന്നവിടെ. എന്തോ പറഞ്ഞുതരാം. എൻ്റെ പേര് പറഞ്ഞ പുള്ളിക്കാരി എന്തോ പറഞ്ഞായിരുന്നു. കണ്ടില്ല, മാത്രം ഉണ്ടായിരുന്നു.
ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. അത് നീ വേറെ പടങ്ങളൊന്നും കാണാത്തോണ്ട് ഈ വർഷം. അത് മറ്റൊരു വാസ്തവം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടും, നല്ല പടം. ഈ വർഷം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി എനിക്ക് മാർക്ക് ഇടാം. വീട്ടിൽ കഴിച്ച പ്ലേറ്റ് പോലും എടുക്കാത്തവനാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെയാണോ വീട്? നാട്ടിൽ തല്ലിക്കൊന്നിലേക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ കാണും. പോയിട്ട്. ഓക്കെ, താങ്ക് യു, ബൈ. അവർ പോയി. അല്ല, എടാ അവർ ഇങ്ങോട്ടല്ലേ പോകുന്നത്? അവരെന്തിനാ അങ്ങോട്ട് വരുന്നത്? ചായ കുടിച്ച് കിളി പോയെന്ന് തോന്നുന്നു ഗൈസ്. മഴ പാടും കുളിരായി വന്നതാരോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ല മഴക്കോളുണ്ട്. നമുക്ക് ഇന്ന് നിർത്താം. ഇപ്പോൾ നമ്മളിന്ന് 2 സ്ട്രേഞ്ചേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്ട്രേഞ്ചേഴ്സ് മീൻസ് നമ്മളിന്ന് 2 ടീംസിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഈ 2 പേരിലും കോമൺ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സിനിമ തന്നെയാണ്. അവരും സിനിമയായിട്ട് അഭിനയ മോഹികളാണ്. അവർക്കും ഡയറക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മളെപ്പോലെ തന്നെയാണ് അവരും കണക്റ്റ് ആവുന്നത്. എന്തായാലും അവരുടെ ഡ്രീംസും കാര്യങ്ങളും എല്ലാം നടക്കട്ടെ. നമുക്ക് ഇതിൽ നല്ല എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബാറോസ് ഉണ്ടായിരുന്നു.